إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആമുഖമായി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിന് ശേഷം രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഈദ് ഖുതുബയിലും തുടർന്ന് വന്ന വെള്ളിയാഴ്ചയിലെ ഖുതുബയിലും നമ്മളോട് ഉപദേശങ്ങൾ നൽകിയ ഖതീബന്മാർ
ഊന്നി പറഞ്ഞൊരു കാര്യമായിരുന്നു. പരിശുദ്ധ റമദാൻ കർമ്മങ്ങളുടെ പരിശീലനക്കളരിയായിരുന്നു. റമദാനിൽ നമ്മൾ ത്യാഗമനുഷ്ഠിച്ച് നേടിയെടുത്ത തഖ്വയുടെ വസ്ത്രം കീറിപ്പോകാതെ, കേടുപാടുകൾ സംഭവിക്കാതെ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ എന്നുള്ള പ്രധാനപ്പെട്ട ആശയം. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിലും എന്തിനാണ് ഇടയ്ക്കിടെ ഇതിങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരാമർശമുള്ളത് കൊണ്ടാണ്. ചില ആളുകൾ പറയും, ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ, എന്തിനാണ് ഇത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫദക്കിർ, വിശ്വാസികൾക്ക് നബിയെ താങ്കൾ ഇടയ്ക്കിടെ ഉണർത്തി കൊടുക്കുക, തൻഫഉൽ മുഅ്മിനീൻ. അതറിയുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും വിശ്വാസികൾക്കത് പ്രയോജനപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വിശുദ്ധ റമദാനിൽ നോമ്പിൻ്റെ അകമ്പടിയോടെ നമ്മൾ അവയവങ്ങളെ കാത്തു സൂക്ഷിച്ചു. കഴിവിൻ്റെ പരമാവധി പള്ളിയിലേക്ക് എത്താൻ ശ്രമിച്ചു. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നന്മയിൽ ഭാഗവാക്കായി. ഇനി നമ്മുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്താ? റമദാനിൻ്റെ അകമ്പടിയില്ലാതെ എങ്ങനെ നമുക്ക് ഇനി റമദാനിൽ തുടർന്നു വന്ന നന്മകളെ പിടിച്ചു നിർത്താമെന്നുള്ളതാണ്. അത് വലിയൊരു വെല്ലുവിളിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മകൾക്ക് നാന്ദി കുറിക്കുന്നത് ഹബീബായ റസൂലുള്ള പറഞ്ഞതുപോലെ അവൻ്റെ തൊണ്ടയിൽ നിന്ന് ഗർഗർ ശബ്ദം ഉയരുന്നതോടെയാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ഗർഗർ. അതുവരെ നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബിനെ കഴിവിൻ്റെ പരമാവധി നന്മകൾ കൊണ്ട് സമ്പന്നമാക്കി തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ കാണാതെ പഠിച്ചു പോയി ആയത് ഏത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിന്റെ 99-ാമത്തെ വചനം, വഅബ്ദുദ റബ്ബക്. താങ്കൾ താങ്കളുടെ രക്ഷിതാവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക നബിയെ. ഏതുവരെ? റമദാൻ കഴിയോളന്നല്ല, ശവ്വാലിലെ 6 നോമ്പ് എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്നല്ല, പിന്നെയോ ഹത്താ യഅതിയകൽ യഖീൻ. ആ യഖീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ തഫ്സീർ മരണമാണ്. നിന്റെ ജീവിതത്തിലേക്ക് അനിഷേധ്യമായി കടന്നു വരുന്ന രംഗബോധമില്ലാത്ത കോമാളിയാകുന്ന മരണമുണ്ടല്ലോ, ഒരു സൈലൻ്റ് അറ്റാക്കായി, ഒരു ആക്സിഡൻ്റായി, വേറെ ഏതെങ്കിലും രൂപത്തിൽ മരണം നിന്നെ തേടിയെത്തുന്നത് വരെ നീ റബ്ബിന് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട മാർഗത്തിൽ നിലകൊള്ളണം. അതാണ് വഅബ്ദുദ റബ്ബക് ഹത്താ യഅതിയകൽ യഖീൻ. വിശുദ്ധ റമദാനിൽ നമ്മൾ അധ്വാനിച്ച്, ഈ പറയുന്ന ഞാനും നിങ്ങളും വ്യക്തിപരമായി അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ് നമ്മുടെ നന്മകൾ. ആർക്കും അതിലൊരു പങ്കുമില്ല. നമ്മൾ സ്വയം അധ്വാനിച്ചതാണ്. ആ നന്മകൾ ഇനിയും നമ്മളിൽ തുടരണം. അതിശക്തമായി വിശുദ്ധ റമദാനിൻ്റെ പ്രകാശമാകുന്ന ആ വിളക്കിൻ്റെ തിരിനാളത്തെ അണയാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ലഭ്യമായ ഈമാനിൻ്റെ തുടർച്ച നമ്മൾ നിലനിർത്തുക എന്നുള്ളത്. അത് വളരെ കുറച്ചാണെങ്കിലും ശരി നിലനിർത്തുക. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ നമ്മളോട് ഉപദേശങ്ങൾ ഖതീബ് നമ്മളോട് പറഞ്ഞതെന്താ? ഒരു 3 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണെങ്കിലും രാത്രി നിസ്കാരം നിലനിർത്തുക. കുറേ വേണ്ട. അള്ളാഹുവിന് കുറേ ചെയ്ത് ഇടയ്ക്ക് നിർത്തുന്ന ആളുകളെയല്ല ഇഷ്ടം.
അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തുടർച്ചയായി കണ്ടിന്യൂസായി ചെയ്യുന്ന നന്മകളെയാണ്, സീസൺ ഭക്തിക്കാരെയല്ല. റമദാനായാൽ ഒരു പ്രത്യേക ജമാഅത്ത്, വിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ പ്രത്യേകം ഒരു നമ്മുടെ ജോലി കാര്യങ്ങളിലൊരു ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളിലൊരു ശ്രദ്ധ. റമദാൻ കഴിഞ്ഞാൽ അതില്ല, അത് പാടില്ല. കുറച്ചാണെങ്കിലും മരണം വരെ നന്മയെ നിലനിർത്തുക. വഇൻ ഖല്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. കുറച്ചാണെങ്കിലും ശരി നിലനിർത്താൻ ശ്രമിക്കുക. ഇമാം മുസ്ലിമിലെ സ്വഹീഹുൽ ഹദീസാണത്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കൊണ്ട് പറയുന്നതായി നമുക്ക് കാണാം, അവർ ഒരു നന്മക്ക് ജീവിതത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ഇദാ അമിലത്തിൽ അമല ലസിംത, ഇദാ അമിലത്തിൽ അമല ലസിംതഹു, അവർ അത് കൃത്യമായി കൊണ്ട് പതിവാക്കുമായിരുന്നു എന്നാണ്. ഇത് അവസാനിപ്പിക്കൂല. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, എന്തേ സുബഹി ജമാഅത്തിന് നമ്മൾ എത്താത്തത്? പള്ളികളൊക്കെ പൂട്ടിയോ? അതല്ല എങ്കിൽ എന്തേ, നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക. ഒരു വല്ലാത്തൊരു മാറ്റം പല ആളുകളിലും ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം ആളുകളെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. കുറച്ചാണെങ്കിലും നന്മകൾ തുടർത്തുക. രാത്രി നിസ്കാരം റമദാനിൽ തറാവീഹായിരുന്നുവെങ്കിൽ ഇതാ അത് കഴിഞ്ഞാലും നമുക്കതിന് അവസരങ്ങളുണ്ട്. ഇശാ കഴിഞ്ഞാൽ ഒരു 3 റക്അത്ത് നിസ്കരിക്കുക. ഇനി വേണ്ട തഹജ്ജുദിന് എണീക്കുന്ന ആളുകൾ അത് പതിവാക്കുക. സദഖക്ക് ഇനിയും അവസരങ്ങളുണ്ട്. റമദാനിലെ നിർബന്ധ നോമ്പേ കഴിഞ്ഞു പോയുള്ളൂ, സുന്നത്ത് നോമ്പുകൾക്ക് അവസരമുണ്ട്. വിശുദ്ധ ഖുർആൻ റമദാനോട് കൂടി പൂട്ടിവെക്കേണ്ടതല്ല. ആ ഖുർആൻ റമദാനിൽ ഓതിയ അതേ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, ഉപയോഗപ്പെടുത്തുക. അതാണ് വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല ജമാഅത്ത് നമസ്കാരത്തിൻ്റെ വിഷയം, സ്വലാത്തുൽ ജമാഅത്തി തഫ്ദുലു സ്വലാത്തിൽ ഫദ്ദി ബി27 ദറജ. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യമാണ്. പള്ളിയിലേക്കൊന്ന് നടന്നു വന്ന് 2 വീലർ എടുത്ത് തൻ്റെ വാഹനമെടുത്ത് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. നിലനിർത്തുക. തറാവീഹേ കഴിഞ്ഞുള്ളൂ. നമുക്കിനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നിസ്കാരം രാത്രി നിസ്കാരം. രാത്രി നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായി, ഗുണമായി അല്ലാഹുവിൻ്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ എന്നും നിലനിർത്തിയിരുന്ന നിസ്കാരമാണ് രാത്രി നിസ്കാരം. സഹോദരങ്ങൾ, നമുക്കൊരു 3 വക്ത് നിസ്കരിച്ചൂടെ? പറ്റുമെങ്കിൽ നമ്മൾ അലാം ക്ലോക്ക് ഒരു 4:30 മുഴങ്ങട്ടെ. നമ്മൾ വിശുദ്ധ റമദാനിൽ അത്താഴത്തിന് എണീറ്റിരുന്ന ആ അലാം ക്ലോക്ക് സെറ്റ് ചെയ്തത് മാറ്റണ്ട. നമ്മൾ ആ സമയത്ത് എണീക്കുക. ഒരു നഷ്ടവും വരല്ല, എന്ന ലാഭങ്ങൾ ഒരുപാടാണ്. ഒരു ലാഭം ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ നാടുകളിൽ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ബോഡി ബിൽഡപ്പ് അല്ല, സാമ്പത്തികമായ ശേഷിയല്ല, കുടുംബ ഭദ്രത വേണം. അതോ സംശയമല്ല, അതല്ല പ്രധാനം. അതല്ല എങ്കിൽ വലിയ വീടുകളല്ല, വാഹനങ്ങളല്ല, മാനസികമായ ധൈര്യം നേടിയെടുക്കാൻ നമ്മൾ ശീലിക്കണം. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോന്നും നമ്മളെ നെഞ്ചകത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് നേരെയുള്ള ശത്രുക്കളുടെ കരുനീക്കങ്ങൾ പലതാണ്. പുതിയ കോലത്തിൽ, പുതിയ കളറുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് മനസ്ഥൈര്യം വേണ്ടേ? മാനസികമായ ധൈര്യം വേണ്ടേ? രാത്രി ആരുമില്ലാത്ത സമയത്ത് എണീറ്റുകൊണ്ട് മുസല്ല വിരിച്ച് തഹജ്ജുദ് നമസ്കരിക്കുന്നവന് മാനസികമായ സുധൈര്യം, ധൈര്യം അല്ലാഹ് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ കാര്യമാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ ആ സുന്ദരമായ ഒഴുക്കിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇഖ്റഉൽ ഖുർആൻ ഫീ കുല്ലി ശഹ്റിൻ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, നിങ്ങൾ റമദാനായ ഖുർആൻ ഓതണം എന്നല്ല, ഫീ കുല്ലി ശഹ്റിൻ. ഇഖ്റഉൽ ഖുർആന ഫീ കുല്ലി ശഹ്റിൻ. എല്ലാ മാസവും നിങ്ങൾ ഖുർആൻ ഓതുക. എത്ര നമുക്ക് പറ്റുക? കുറച്ചാണോ? അതിങ്ങനെ നിലനിർത്തുക. വിശുദ്ധ ഖുർആൻ 1-2 പ്രാവശ്യം ഓതി തീർത്ത ആളുകൾ റമദാൻ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി, ഒരാഴ്ചയായി, അല്ലെങ്കിൽ ഇത്ര ദിവസമായി. എന്തേ നമുക്ക് ഇപ്പോഴും പല ആളുകൾക്കും വിശുദ്ധ ഖുർആൻ ഒന്ന് നിർത്താൻ ഇപ്പോഴും സമയമായിട്ടില്ല?
ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. സഹോദരങ്ങളെ, നേടിയെടുത്ത തിരുനാളത്തെ അണയാൻ നമ്മൾ സമ്മതിക്കരുത്. സ്വതക്കകൾ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. ഒരു തീയിനെ വെള്ളം എങ്ങനെയാണോ കെടുത്തിക്കളയുന്നത്, അതുപോലെ നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയും ഈ സ്വതക്കകൾ എന്ന് പറയുന്നത്. അതിന് ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. സുന്നത്ത് നോമ്പുകൾ, സൂമൂ മിനശ്ശഹരി സലാസത അയ്യാം, എല്ലാ മാസവും നിങ്ങൾ 3 ദിവസം നോമ്പെടുക്കുക. അയ്യാമുൽ ബീദിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. അതിൻ്റെ പുറമെ തിങ്കളും വ്യാഴവും എന്ത് നമുക്ക് നോമ്പെടുത്തൂടാ? നമ്മളെ മക്കളെ ശീലിപ്പിക്കുക. ഞാനും നിങ്ങളും അത് നിലനിർത്തുക. ഇനിയും ശവ്വാലിലെ 6 നോമ്പെടുക്കാൻ താമസിപ്പിച്ച് പോകുന്നവരുണ്ട് എങ്കിൽ നാളെ തന്നെ തുടങ്ങുക. എന്തിനത് തുടർച്ചയായിട്ട് പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മളത് റമദാനോട് കൂടിയാണ് ചെയ്തില്ലേ, പിന്നെ അത് അങ്ങോട്ട് നീട്ടിയാണ് പോയിട്ട് സമയം പോകും. അതുകൊണ്ട് ഇനിയും അതിലേക്ക് ഒരുങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ സഹോദരങ്ങൾ അത് പെട്ടെന്ന് തന്നെ തുടങ്ങണം. കാരണം അത് നോറ്റ് വീട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞത് അവൻ വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് തുല്യമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈമാനിക അന്തരീക്ഷം എപ്പോഴും കൂട്ടിപ്പിടിക്കുക. റമദാനിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തി. പള്ളികളിൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നന്മകൾക്ക് വേണ്ടി കുറേ ഈമാനിക അന്തരീക്ഷങ്ങൾ നമ്മൾ കണ്ടെത്തി. അതുപോലെ റമദാൻ കഴിഞ്ഞാലും ഈമാനിക അന്തരീക്ഷങ്ങളോട് പരമാവധി ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, നമ്മളെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ വയറിൻ്റെ വെള്ളം കിട്ടിയില്ല എങ്കിൽ, നമ്മളെ വയറിൻ്റെ ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ, നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് ഏതുപോലെയാണോ അതുപോലെ നമ്മളെ ഹൃദയത്തിന് ഇടക്കിടക്ക് നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കണം. അത് ഹൃദയത്തിൻ്റെ ഭക്ഷണമാണ്, ഹൃദയത്തിൻ്റെ കൂത്താൻ. ആ ഭക്ഷണം നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം ഇടക്കിടക്ക്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, അതെ, വിശ്വാസികൾക്ക് നബിയെ നിങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കുക, അതവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് സഹാബികളൊക്കെ 4 ആൾ കണ്ടുമുട്ടി ഒരു പറയും, നിങ്ങൾ വരൂ നമുക്കൊന്ന് ഈമാൻ വർദ്ധിപ്പിച്ചാലോ. എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്? ദീനീപരമായ ക്ലാസ്സുകളാണ്, ദീനീപരമായ ഒരുമിച്ച് കൂടലുകളാണ്. സഹോദരങ്ങളെ, ആദർശപരമായ സുഹൃത്തുക്കളെ കൂടെ ഒരു 2, 3, 4 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ കൂടിയിരുന്നാൽ അവിടെ ധാരാളം നല്ല കാര്യങ്ങൾ സംസാരിക്കും. എന്താണ് അതിലൂടെ കിട്ടുന്ന നേട്ടം? നമ്മുടെ മനസ്സിൻ്റെ ഈമാനിനെ എങ്ങനെ തിളക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്ക്, ഈ വേദക്കാരായ ആളുകൾ, അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, അവർ ദീർഘകാലം ജീവിച്ചവരാണെങ്കിലും നന്മയുടെ അന്തരീക്ഷത്തിൽ നിന്ന് അവർ മാറി നിന്നപ്പോൾ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത്ത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അവർ നന്മയിൽ നിന്ന് സുദീർഘകാലം മാറി നിന്നു, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു കട്ടിയാക്കി കളഞ്ഞെന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മളെ ഹൃദയത്തിന് ബാധിക്കുന്ന 2 രോഗങ്ങളാണ്. ഒന്ന് ഹൃദയം കട്ടിയാവുക, അതുപോലെ തന്നെ അശ്രദ്ധമായ മനസ്സ്. താൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നറിയാതെ ഒരു പട്ടത്തിൻ്റെ നൂല് പൊട്ടിയതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതാണ് ഗഫ്ലത്ത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലൻആം ബൽ ഹും അദല്ല. അല്ലാഹു പറയുകയാണ്, കാതുകളുണ്ട്, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, കണ്ണുകളുണ്ട്, കാണേണ്ടത് കാണുന്നില്ല, മനസ്സുകളുണ്ട്, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. അല്ലാഹു അവരെ കുറിച്ച് പറയുകയാണ്, അവർ 4 കാലികളെ പോലെയാണ്. ഉലൈക കല്ലൻആം, അവർ 4 കാലികളെ പോലെയാണ്. അവിടെ അല്ലാഹു അവസാനിപ്പിച്ചില്ല, ബൽഹും അദല്ല, അതിനേക്കാൾ പിഴച്ചവരാണ്. എന്തേ അവർക്ക് ഈ ഒരു ദുർഗതി വരാനുള്ള കാരണം? ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അശ്രദ്ധയിൽ നിന്നും മനസ്സ് കഠിനമായി പോകുന്നതിൽ എത്രത്തോളം അറിയുങ്ങളെ, ഈ പറയപ്പെട്ട വേദക്കാരായ ഇസ്രായേലർ മനസ്സ് കടുത്തു പോയ പോലെ എന്തൊക്കെ തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്യാൻ അവർക്ക് യാതൊരു മനസ്സാക്ഷി കുത്തുണ്ടായിരുന്നില്ല. അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ ചിലപ്പോൾ ആദ്യം ഒരു തിന്മ തുടങ്ങുമ്പോൾ ആ തിന്മ നമ്മൾ ആദ്യം ചെയ്ത സമയത്തുള്ള
ഒരു മനസ്സിൻ്റെ പ്രയാസമായിരിക്കില്ല. ആ തിന്മ ഇങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം എന്താ, അതൊരു തിന്മയല്ല എന്ന് തോന്നിപ്പോകുമാറ് ഹൃദയം കട്ടിയായി പോകും. അതാണ് ഖസത്ത് ഖുലൂബ് എന്ന് പറഞ്ഞാൽ. ഖസ്വത്തുൽ ഖുലൂബ് അത് വലിയ പ്രശ്നമാണ്. എത്ര ഖുത്ബ കേട്ടാലും മനസ്സിലേക്ക് കയറൂല. ഒരു പക്ഷേ ഒരു മയ്യത്തിനെ വഹിച്ചു പോയവനാകാം, മനസ്സിലേക്ക് കയറൂല. അതേ മയ്യത്തിനെ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചവനാകാം, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടം പോലും ഉണ്ടാകൂല. എന്തേ പറ്റിയത്? ഹൃദയം കട്ടിയായി പോയി. അള്ളാഹിൻ്റെ റസൂല് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നിലനിർത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ജഅൽ ഖൽബി നൂറ. ചെറിയൊരു ദുആ, അത് നിലനിർത്തണം. അള്ളാഹുവേ ഹൃദയത്തിന് വെളിച്ചം തരണേ. സഹോദരങ്ങളെ, ഹൃദയം ശരീരത്തിൻ്റെ രാജാവാണെന്നാണ്. ആ ഹൃദയം കട്ടിയായി പോകും നന്മയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ മാറി നിന്ന് പോയാൽ. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ കൊറോണ സീസണിലൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഒന്ന് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത ഖതീബന്മാരായ ഞങ്ങൾക്കൊന്നും ഒരു ഹുത്ബ പോലും പറയാൻ കഴിയാതെ, നമ്മളൊക്കെ ഈ ഹുത്ബ പറയുമ്പോൾ നമ്മളും സ്വയം സംസ്കരിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ. അതൊന്നുമില്ലാതൊരു വലിയൊരു ഇടവേള നമ്മളൊക്കെ മാറി നിന്നപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു ഗർത്തം നമ്മൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ, അനുഭവപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ വിഭാഗം ആളുകൾ അവരുടെ ഹൃദയം കട്ടിയായി പോയപ്പോൾ നിങ്ങൾക്കറിയോ, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലക്ക് പറയുന്നത് കാണാൻ പറ്റും. അവരിലേക്ക് അയച്ച പ്രവാചകന്മാരെ വരെ കൊന്നു കളഞ്ഞു അവർന്നാണ്. ഒരു നബിയൊക്കെ എത്ര നല്ല മനുഷ്യനായിരിക്കും അല്ലേ? ഒരു വിരൽ കൊണ്ട് പോലും മറ്റുള്ളവരെ നേരെ ചൂണ്ടിയിട്ട് മനസ്സ് വേദനിപ്പിക്കാത്തയാളായിരിക്കും ഒരു പ്രവാചകൻ. എല്ലാ സൽസ്വഭാവത്തിൻ്റെയും മൂർത്തി മഡ്ഭാവമായിരിക്കും. ആ പ്രവാചകന്മാരെയൊക്കെ കത്തി കൊണ്ട് അറുത്ത് കൊല്ലുക. നിങ്ങൾക്കറിയോ? എന്നിട്ട് അവരെക്കുറിച്ച് പറയാണ്, കത്തി കൊണ്ട് അറുത്തിട്ട് പോലെ കയ്യുമ്മ ചോരയായാലേ ആ ചോര പോലെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കഴുകിയിട്ട് പോലെ കച്ചവടത്തിൽ അവർ വ്യാപൃതരായിരുന്നു എന്നാണ്. ഒരാടിനെയും കോഴിനെ കറക്കുന്നത് പോലെ. എന്താ സംഭവിച്ചത്? ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. റമളാൻ നമ്മളെ ഹൃദയത്തെ ഒരുപാട് പാകപ്പെടുത്തി തന്നു. പക്ഷെ ആ റമളാൻ പാകപ്പെടുത്തി തന്ന ഹൃദയത്തെ നമ്മൾ വീണ്ടും ചളിക്കുണ്ടിലേക്ക്, ചളി കെട്ടിയൊരവസ്ഥയിലേക്ക്, മാറാല പിടിക്കുന്നൊരവസ്ഥയിലേക്ക്, കരി പിടിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണോ? നമ്മളെക്കാൾ വലിയ വിഡ്ഢികൾ ആരുണ്ട്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഇടയ്ക്കിടെ നന്മ ഉപദേശിച്ചു കൊടുക്കൂ നബിയെ, അവർക്കത് ഉപയോഗപ്പെടും. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന് അത് കിട്ടിക്കൊണ്ടിരിക്കണം. ദീൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ അവസാനിച്ചിട്ടില്ല. നമ്മളെ ഈ കൂട്ടായ്മ തന്നെ സംഘടിപ്പിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. നമ്മളെ QHLSകൾ, നമ്മുടെ വിജ്ഞാന വേദികൾ, നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ദഅവ സംരംഭങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇനി അങ്ങോട്ടൊക്കെ പോകാൻ മടിയാണോ? ശരി, നിന്റെ വീടകങ്ങളിലേക്ക് ഇതാ വിളമ്പി തന്നിരിക്കുന്നു ഒരു ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്പിന്. ഒരു വലിയ ലൈബ്രറിയാണ്. തൊട്ട് കഴിഞ്ഞാൽ വിശാലമായ ലോകത്തേക്ക് നമ്മൾ കിടക്കുക. നിനക്ക് കുടുംബപരമായിട്ടുള്ള പുസ്തകങ്ങൾ വേണോ? ഇനി അതല്ല വായിക്കാൻ മടിയാണോ? കേൾവിക്കാരനാണോ നീ? എങ്കിൽ വീഡിയോകളുണ്ടതിൽ, ഓഡിയോകളുണ്ടതിൽ. എന്ത് വിഷയം നിനക്ക് പഠിക്കണ്ടേ? കാറ്റഗറികളായി വേർതിരിച്ചു തന്നു. ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ? നമ്മുടെ പീസ് റേഡിയോ ആർക്കു വേണ്ടിയാണ്? ഇതൊക്കെ നമ്മുടെ നന്മയെ നിലനിർത്താനാണ്, ഈമാനിനെ കൺട്രോൾ ചെയ്യാനാണ്. CRE സംവിധാനങ്ങൾ, കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ, നമ്മുടെ 8ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഡിഗ്രി തലം വരെയുള്ള 8 to ഡിഗ്രി തലം വരെയുള്ള മദ്രസ പഠനം കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ടീനേജുകാർ വളർന്നു വരുന്ന സമൂഹം വലിയ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ്. തിന്മകളിലേക്ക് അവർ വല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ച് നമ്മളൊക്കെ അങ്ങനെ സ്വസ്ഥമായി ദീനീയ ചുറ്റുപാടിൽ ജീവിക്കുന്നുണ്ടെങ്കിലും മക്കളെക്കുറിച്ച് ആദിയാണ്, ഭയമാണ് അല്ലേ? സഹോദരങ്ങളെ, അവർക്കും ദീന് കിട്ടട്ടെ. അവരും നല്ല ദീനിൻ്റെ കൂച്ച് ഭക്ഷണം ഹൃദയത്തിൽ അവർക്ക് കിട്ടട്ടെ. അതിനാണ് നമ്മൾ CRE സംവിധാനം എല്ലാ ഞായറാഴ്ചകളിലും നമ്മളെ പഠന ഇസ്ലാഹി സെൻ്ററിലെ കുട്ടികൾക്ക് നടക്കുന്നുണ്ട് അല്ലേ? ഏറ്റവും അവസാനമായിട്ട് നടന്ന ക്ലാസ്സുകളിൽ 10-30ഓളം കുട്ടികൾ കൃത്യമാണ്. കാരണം നമ്മുടെ മക്കൾ അതിനെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. അത്ര പ്രായക്കാരുണ്ടെങ്കിൽ അവരെ കൂടി ഞാൻ ആ സംവിധാനത്തിലേക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തി ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് വിശ്രമമില്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സുന്ദരമായിക്കൊണ്ട് ഖിറാഅത്ത് നടത്താൻ പറ്റിയൊരു സൂറത്താണ് സൂറത്തു ശറഹ് അല്ലേ? അലം നശ്റഹ് ലക സദറക് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് ഇങ്ങനെ ഓതി വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ വചനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ കാണാം, ഫഇദാ ഫറഗ്ത ഫൻസബ്. നബിയെ, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് താങ്കൾ കടന്നു ചെല്ലുക. റമളാൻ കഴിഞ്ഞു, നന്മയുടെ പുസ്തകം അടച്ചു വെക്കല്ല, അടുത്ത പണി. ഒരു തിരക്ക് കഴിഞ്ഞാൽ അടുത്തതിലേക്ക്, ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലേക്ക് തിരിയുക.
ധർമ്മസമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോട് പടപൊരുതാൻ സമയം കണ്ടെത്തുക. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ അന്വേഷിച്ചിറങ്ങുക. നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛിക കർമ്മങ്ങളിലേക്ക് നടന്നു നീങ്ങുക. പകലത്തെ ജോലി തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നിസ്കാരങ്ങൾക്ക് സമയം കണ്ടെത്തുക. അങ്ങനെയൊക്കെ പറഞ്ഞൂടെ നമുക്ക്? ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്തതിലേക്ക്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പിൻ്റെ കണങ്ങളുമായിട്ടാണ് തിരിച്ചു പോവുക എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അവനൊരു അധ്വാനിയാണ്. ഒരു ലഘുലേഖ കൊടുക്കുമ്പോൾ, ഒരു നന്മയുടെ ദഅവത്തിൻ്റെ രംഗത്ത് ഒരു പോസ്റ്റർ മതിൽ പതിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോരുമ്പോൾ, ഒരു പ്രഭാഷണം കഴിഞ്ഞ് പോരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്ത് കഴിഞ്ഞ് പോരുമ്പോൾ ഒക്കെ ആയിരിക്കും. കാരണം വിശ്വാസി എന്ന് പറഞ്ഞാൽ നന്മയുടെ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നവനാണ്. അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ മരണം. അത് വലിയൊരു തൗഫീഖാണ്, അത് വലിയൊരു ഭാഗ്യമാണ്. കണ്ടില്ലേ, മദീനയിൽ എത്രയോ വർഷം പാവപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയണം തരങ്ങൾ, ആരുടെയും മുഖത്ത് നോക്കാതെ തന്നെ അദ്ദേഹം എല്ലാവർക്കും എന്താ പറയുക, കാവയും അതുപോലെ തന്നെ ഈന്തപ്പഴവും അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ വരുന്ന ആളുകൾക്ക് വർഷങ്ങളായിട്ട് വെറുതെ സ്വതക്ക ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം മരണപ്പെട്ട വാർത്ത സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടു. അദ്ദേഹം അങ്ങനെ തന്നെ മരിച്ചത്. ആത്മാർത്ഥമായ രംഗത്ത് നിലനിന്നപ്പോൾ അല്ലാഹ് ആ രംഗത്തിലൂടെ കൊണ്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കട്ടെ. നമ്മളൊക്കെ വായിച്ചവരാണ് ആ വിഷയം. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. സഹോദരങ്ങളെ, അതാണ് ഈ ദഅവ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന ഗുണം. നമ്മളിപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് അടുത്തയിലേക്ക് കടക്കും. ഇപ്പം നമ്മൾ ഫാമിലി കോൺഫറൻസ് വരികയാണ് അടുത്ത മാസം, മെയ് മാസം 12-ന്. നമ്മൾ അതിൻ്റെ തിരക്കുകളിലേക്ക് സജീവമാകാൻ പോവുകയാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മളെ ദഅവത്ത് നിൽക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അടുത്ത തീരുമാനിക്കുന്നു. ഇതെപ്പോഴാണ് നിൽക്കലേ? നമ്മുടെ തൊണ്ടയിലേക്ക് മരണം വന്നെത്തുന്നത് വരെ സഹോദരങ്ങളെ അത് നമ്മൾ തുടർത്തിക്കൊണ്ടേയിരിക്കും. ആരാണൊരു സത്യവിശ്വാസി? അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഓതിയത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا. വിശ്വാസി രണ്ട് മൂന്ന് ക്വാളിറ്റികളാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വല്ല ഹൃദയം ഇങ്ങനെ കുലുങ്ങും. ചിലപ്പോൾ കണ്ടിന്ന് ഇങ്ങനെ വെള്ളം പൊട്ടും. കണ്ടില്ല നിങ്ങൾ ചില ഹുത്തുബകൾ കേൾക്കുമ്പോൾ, ചില ക്ലാസ് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ കരയാനാണ്. എൻ്റെ കാരണം ഈമല്ലാതെ മനസ്സിലിങ്ങനെ ഉണ്ട്. ചില ആൾക്കാർക്ക് എന്ത് കേട്ടാലും ഒരു കൂസലുണ്ടാവില്ല. എൻ്റെ കാരണം ഹൃദയം കട്ടിയായിപ്പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സ് കിടുങ്ങുന്നവർ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ വചനാമൃതങ്ങൾ അവരുടെ കർണപുടങ്ങളിലേക്ക് അലയൊലികളായി എത്തിക്കഴിഞ്ഞാൽ സാദത്തുഹും ഈമാന, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നവരാണവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, പ്രതിസന്ധികളുടെ മലവെള്ളം അവരുടെ നേരെ കടന്നു വന്നാലും അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. ചെയ്യേണ്ടത് ചെയ്ത് തവക്കുൽ ചെയ്യുന്നവരാണ്. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുത്തിട്ട് വേണം തവക്കുൽ ചെയ്യാൻ, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലുള്ള സഹാബി ചോദിച്ചില്ലേ, നബിയെ ഞാൻ ഈ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണോ, കെട്ടിയിടാതെ തവക്കുൽ ചെയ്യണോ? റസൂൽ പറഞ്ഞു, ആദ്യം അതിനെ കെട്ടിയിടും മോനെ, എന്നിട്ട് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്യണില്ല, എന്നിട്ട് തവക്കൽതു അലല്ലാഹ് ശരിയാവില്ല. സഹോദരങ്ങൾ, ഇനി തവക്കുൽ ബോധം ധാരാളമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട സമയമാണ്. വിശ്വാസികളെ ക്വാളിറ്റിയാണ് അല്ലദീന യുഖീമൂന സ്വലാ, അവർ നമസ്കരിക്കുന്നവരാണെന്നല്ല പറഞ്ഞത്, നമസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. കുറേ ബാലൻസ് ഉണ്ട് സഹോദരങ്ങളെ. നമ്മളെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്താണ് ചെലവാക്കി കളയത്. നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് നമ്മക്കല്ല നല്ല സമ്പത്താണ് ചെലവഴിച്ചാലേ ഖബറിൽ ഹാപ്പി ആയിട്ട് കിടക്കാൻ പറ്റും, അല്ലേ? എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, അവരാകുന്നു യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിങ്കൽ വലിയ വലിയ പദവികളുണ്ട്, ദറജാത്തുകളുണ്ട്. വമഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അല്ലാഹുവിങ്കിൽ എന്നൊരു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കേണ്ട കാര്യം മഗ്ഫിറത്ത്, പാപമോചനം, അതവർക്കുണ്ട്. വറിസ്ഖുൻ കരീം, മാന്യമായ റിസ്ഖ്, അന്നം അവർക്ക് നാളെ നൽകപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ
ബഅദ ഇദ് ഹദൈതന. അധികരിപ്പിക്കണം, ധാരാളം അധികരിപ്പിക്കണം. കാരണം നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരാണ്. ഫിത്നയുടെ ആളുകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്, തിന്മയുടെ ആളുകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സിറാത്തുൽ മുസ്തഖീമായ പാതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാതയിൽ നിന്ന് നമ്മളെ വലിച്ചിടാൻ ദ്രംഷ്ടകൾ നീട്ടി ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോ മുഅ്മിനേ, നീ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിയാദ്. സൂറത്ത് ആൽ ഇംറാന്റെ ഫസ്റ്റ് പേജിൽ കാണാൻ പറ്റും ഈ ആയത്ത്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, ദീനിൻ്റെ വെളിച്ചം കിട്ടിയതിന് ശേഷം നീ ഞങ്ങളെ തെറ്റിക്കില്ലേ എന്ന് പറഞ്ഞത്. അത് വലിയൊരു ഹതഭാഗ്യതയാണ് കൂട്ടരെ. സത്യത്തിക്കട വന്നിട്ട് പിന്നെ വലാലത്തിക്കട പോവുക. അല്ലാഹ് പറയണം, അവനെ തിരിഞ്ഞോടത്തിക്കട തിരിച്ചു വിടും. നുവല്ലിഹി മാത്രമല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. അവൻ അങ്ങോട്ട് തിരിച്ചു വരില്ല, എന്നാ അങ്ങനത്തെ പോലെ തിരിച്ചു വരില്ല. അതുകൊണ്ട് ഹക്ക് കിട്ടിയ ആൾക്കാരോട് ഞാൻ പറയാണ്, സഹോദരങ്ങളെ, നല്ലോണം ഈമാനിൻ്റെ പ്രകൃതത്തെ പിടിച്ചു നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഹക്കിൽ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുഅ്മിനാത്തുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഞാൻ രാഷ്ട്രീയ നിലപാടോ വേറൊന്നും പറയാനല്ല ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഒരു വിശ്വാസികൾക്ക് ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ട്. നമ്മളെ ദഅവത്തും നമ്മുടെ പള്ളികളും നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസകളും അതുപോലെയുള്ള ഒരുപാട് ദഅവ സംരംഭങ്ങളൊക്കെ ഇനിയും നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി നടക്കണം. ഈ നാടുകളിൽ ഇനിയും സുന്ദരമായി ബാങ്കുലികൾ മുഴങ്ങണം. ഈ നാടുകളിൽ ഇനിയും നമുക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയണം. അതിന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ശക്തമായ ചില നിലപാടുകളുണ്ട്. ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് നമുക്കറിയാം, മതനിരപേക്ഷ നിലപാടോടുകൂടി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതൊരു സൗന്ദര്യമാണ്. ആർക്കും ആരുടെ മതം പറയാനും സ്വീകരിക്കാനും, നമ്മുടെ മതം നമ്മൾ വെട്ടിത്തുറന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ ആരെയും നിർബന്ധിക്കാതെ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ആ നിലപാടോട് കൂടി സുന്ദരമായി ഏത് മതസ്ഥർക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അവരുടെ നിലപാടുകൾ പറയാനും അതനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വ്യക്തി അതുപോലെ തന്നെ കുടുംബ സാമൂഹിക ജീവിതത്തിൻ്റെ സമാധാനമുള്ള അന്തരീക്ഷം നിലനിൽക്കാൻ, മതമനുസരിച്ചും ശരീഅത്തനുസരിച്ചും ജീവിക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന, നമ്മോട് വിദ്വേഷം വെച്ചു പുലർത്താത്ത ആളുകൾ ഭരണക്കസേരകളിൽ വരിക എന്നുള്ളത് നമ്മുടെ കൂടി ബാധ്യതയാണ്. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായ പല ശ്രമങ്ങളും അജണ്ടകളും നമുക്കെതിരെ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഈ മിമ്പറുമെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ദിനേന ഓരോ വാർത്തകളുടെയും അപ്ഡേഷൻസുകൾ അറിയുന്ന ആളുകളാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അതുകൊണ്ട് പൊതുജനങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. അത് ഞാൻ ഇന്നൊരു സമുദായത്തിന് ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആളല്ല. നമ്മളെ ഈ ഉമ്മത്തിനെതിരാകാത്ത, അതുപോലെ തന്നെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ എന്നും നമ്മൾ കൂട്ടായി നിലനിൽക്കുക തന്നെ വേണം. ചില ആളുകൾ പറയാനുണ്ട്, വോട്ട് ചെയ്യാൻ ഞാനില്ല അല്ലേ, ഓൻ ഈ രാജ്യത്തോടും ഈ ഉമ്മത്തിനോടും ചെയ്യുന്ന വലിയ അക്രമമാണത്. നമ്മുടെ അവകാശം, സമ്മതിദാന അവകാശം, നമ്മളത് രേഖപ്പെടുത്തുക തന്നെ വേണം. നമ്മുടെ മുന്നിൽ ഒരു വെള്ളിയാഴ്ചയാണ് വോട്ട് വരുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമുക്ക് നിലപാട് പറഞ്ഞു തന്നു കഴിഞ്ഞു. പല പള്ളികളിലും അല്ലേ സമയക്രമീകരണങ്ങൾ വരെ നടത്തിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. ഇൻഷാല്ലാ സാന്ദർഭികമായി ഞാൻ പറയാണ്, ഇവിടുത്തെ കമ്മിറ്റിയുടെ കൂട്ടായ്മയുടെ ഒരു തീരുമാനമനുസരിച്ച് എന്നോട് അറിയിക്കാൻ പറഞ്ഞത് ഞാൻ പറയണം. വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ 1 മണിക്കായിരിക്കും ജുമാ നടക്കുക. ഒരു 1.5 മണിക്കുള്ളിൽ എല്ലാം നിസ്കാരമടക്കം തീരുന്നൊരവസ്ഥയിൽ വളരെ ചുരുങ്ങിയ സമയത്ത് എന്നാൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നൊരവസ്ഥയായിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരാളുടെയും വോട്ട് മിസ്സായി പോകാൻ പാടില്ല. അതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ വിളയാടാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും നമ്മെ ധനമിഷ്ടകൾ നീട്ടി ആക്രമിക്കാൻ ഒരുങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഫാസിസ്റ്റ് ഭീകരതക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം.
ലാ ശക്ക ഫീ, യാതൊരു സംശയമല്ല. അള്ളാഹു ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന കൈകളിൽ, ആളുകളുടെ കൈകളിൽ ഭരണത്തെ നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എല്ലാ ആളുകളും ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് പരമാവധി ജുമാക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാവരും കുടുംബസമേത വോട്ടുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്ത് പോരണം. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നു പോയാൽ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായി തന്നെ നമ്മുടെ വോട്ടവകാശം നമ്മൾ നിർവഹിച്ചിരിക്കണം. അതൊരിക്കലും നമ്മൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വോട്ടിൻ്റെതായ ഇതിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരുടെ വിഷയത്തിൽ ഇപ്പോൾ ദീർഘദൂരം യാത്ര ചെയ്ത് വരുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ അന്യനാട്ടുകാരും മറ്റുള്ള ജില്ലക്കാരൊക്കെ ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ജുമ അവർക്ക് നിർബന്ധമല്ല, അവർ യാത്രക്കാരാണ്. അവർക്ക് വേണമെങ്കിൽ അസ്വറും ലഹുറും ഒക്കെ കൂട്ടി നമസ്കരിച്ച്, അതല്ല എങ്കിൽ നമ്മളെ പല പള്ളികളിലും സമയക്രമീകരണങ്ങൾ പല രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതൊക്കെ എന്തിനാ? നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടിയാണ്. നന്മയുടെ വിഷയത്തിൽ നമ്മളെല്ലാവരോടും സഹകരിക്കണം. അതിൽ പിന്നെ സംഘടനയും കൂട്ടായ്മ നോക്കാൻ പാടില്ല. മനസ്സിലായി? ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിലനിൽക്കുക തന്നെ വേണം. അപ്പോൾ പകരം പോയി വരാൻ പറ്റിയ, പകരം ഇരുത്തി പോയി വരാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ പോയി വരിക. അതല്ല എങ്കിൽ ലഹുറും അസ്റും ജമ്മാക്കി നമസ്കരിച്ച് നമ്മുടെ ശക്തമായ സമ്മതിദാന അവകാശം നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. എന്തിനു വേണ്ടി? ഇതൊരു ഭൗതിക സംവിധാനമാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞത്? സഹോദരങ്ങളെ, നമ്മളിത് പറയണത് നമ്മളെ പള്ളികളും നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ ദഅവത്തുകളും നമ്മളെ തുടർന്ന് വരുന്ന അടുത്ത തലമുറയായ മക്കളുമൊക്കെ സന്തോഷത്തോടെ ഈ നാടുകളിൽ ജീവിക്കണം. അതിനപ്പുറത്ത് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് നമ്മളെപ്പോഴും കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ അർഹരാണ് എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക. നമ്മളൊക്കെ ആ റമദാനിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന ആളുകളാണ്. നമ്മളെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഒരിക്കലും തട്ടൂല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഖൈറ് മാത്രമാണ്, സമാധാനം മാത്രമാണ്. ഇവിടെ ഹിന്ദു ജീവിക്കണം, ഇവിടെ ക്രിസ്ത്യാനി ജീവിക്കണം, ഇവിടെ മതമില്ല എന്ന് പറയുന്നവൻ ജീവിക്കണം, ദൈവമില്ല എന്ന് പറയുന്നവരും ജീവിക്കണം. അതുപോലെ തന്നെ ഈ ഉമ്മത്തും ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം. എങ്ങനെ? നമ്മുടേതായ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം. പ്രതീക്ഷ കൈവിടരുത്. സങ്കടത്തിൻ്റെ മനസ്സിൻ്റെ ആളുകളായി നമ്മൾ മാറരുത്. നമ്മളെപ്പോഴും പ്രതീക്ഷയുള്ളവരായിരിക്കണം. എന്തിലും ഹൈറുണ്ടാകുമെന്ന് വിചാരിക്കുന്നവരായിരിക്കണം. നമുക്ക് തോന്നും എല്ലാം അടഞ്ഞു, എല്ലാം പോയി. സഹോദരങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളെ ഘട്ടങ്ങളിൽ മുന്നിൽ നിന്നപ്പോൾ തന്നെയല്ലേ മൂസാ നബിക്ക് അള്ളാഹ് കടലിനെ മാറ്റിക്കൊടുത്തത്, ഇബ്രാഹിം നബിക്ക് അള്ളാഹ് തീയിൻ്റെ ചൂട് മാറ്റിക്കൊടുത്തത്, മഹാനായ റസൂലുള്ളാഹിക്ക് ഭൗതിക സംവിധാനങ്ങൾക്കൊക്കെ എല്ലാ നിലക്കും അനുകൂലമായിരുന്ന ശത്രു സൈന്യത്തിൻ്റെ മുന്നിൽ മുസ്ലിങ്ങൾ ജയിച്ചില്ലേ? എന്ത് കാരണം? ഒരു ശിർക്കില്ലാത്ത ആൾക്കാരായിരുന്നു, തൗഹീദിൻ്റെ ആളുകളായിരുന്നു, തഖ്വയുള്ളവരായിരുന്നു. അത് ഈ ഇരിക്കുന്ന നമുക്കേ ഈ സമൂഹത്തിൽ നിലനിർത്താൻ പറ്റുള്ളൂ. ആ നിലനിൽക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വോട്ടും കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന ആളുകൾക്കാവട്ടെ എന്ന് അവസാനമായി ഈ ഖുത്ബയിൽ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഖൈറായി ഉമ്മത്തിന് ഭവിപ്പിക്കുമാറാകട്ടെ. നാളെ പരലോകത്തെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഈ ഉമ്മത്തിനെതിരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അധികാരങ്ങളിൽ നിന്നിറക്കി ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന ആളുടെ കൈകളിൽ അള്ളാഹു ഭരണം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, നമുക്കറിയാം ലോകത്തിൻ്റെ പല കോണുകളിൽ ഈ ഉമ്മത്തിൽപ്പെട്ട പല അംഗങ്ങൾ, വിശിഷ്യ ഫലസ്തീനിൻ്റെ മണ്ണിലൊക്കെ ഈ ഉമ്മത്തിലെ പല അംഗങ്ങളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേട്ട വാർത്ത എന്താണോ അതിനേക്കാൾ 10 മടങ്ങ് അപകടത്തിലാണ് അവിടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിലുള്ള ഈ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് സ്വൈരജീവിതവും സുരക്ഷയും സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് മരണമാകുന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മഖ്അദും കണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മുടെ ആദർശ കൂട്ടായ്മകൾക്ക് നേരെ, നമ്മുടെ സമൂഹത്തിന് നേരെ, നമ്മുടെ രാജ്യത്തിന് നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഫിത്തനകൾ ഒരുപാടാണ്. അള്ളാഹു എല്ലാ ഫിത്തനകളിലും നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചു വിടുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ കടഭാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ
വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലാത്തവരുണ്ട്, നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.